അവിഹിത ബന്ധങ്ങൾ അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളൊക്കെ കുടുംബത്തെ ഒരു വ്യക്തിയുടെ കുടുംബത്തെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നതിൻ്റെ ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് തിരുവനന്തപുരം പൂന്തുറയിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഉം. സിന്ധു എന്ന് പറയുന്ന ഒരു 38 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. തൻ്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള അരുൺ വി നായരെ ഉം. അദ്ദേഹത്തിനോടൊപ്പം ജീവിതം പങ്കിടാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ ആഗ്രഹം. ഉം. നോക്കണം, സിന്ധു എന്ന് പറയുന്ന സ്ത്രീക്ക് കല്യാണം കഴിച്ചു, വിവാഹിതയാണ്, ഒരു ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. പെട്ടെന്നൊരു ദിവസം അവർക്ക് അരുൺ വി നായർ എന്ന തൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ കാണാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഉം. അതൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉം. ഒരു പരിപാടിയിലായിരുന്നു ഇവർ അരുൺ വി നായരെ കണ്ടത്. അതിനുശേഷം ഇവർക്കിടയിൽ പഴയ പ്രണയം, പഴയ കളിക്കൂട്ടുകാരനുമായിട്ടുള്ള സൗഹൃദം ഉടലെടുത്തു. അത് പണമിടപാടിലേക്ക് വഴിതെളിയിച്ചു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ബന്ധം ഇവർ തമ്മിൽ വീണ്ടും ഉണ്ടായി. ഉം. പക്ഷേ സിന്ധുവിന് അരുൺ വി നായരെ കല്യാണം കഴിക്കുവാൻ വേണ്ടി സാധിച്ചില്ല. അതിൻ്റെ പ്രതികാരം എന്ന രീതിയിൽ അവർ ആത്മഹത്യ ചെയ്തു. വളരെ രസകരമായി തോന്നുന്നുണ്ടല്ലേ? കാരണം ഒരാളുടെ മരണം വളരെ രസകരമായി തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് അല്പം തെറ്റാണ് എന്നറിയാം. എങ്കിൽ പോലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിലൂടെ സംഭവിക്കുന്ന ഇത്തരം ദുരന്തങ്ങളെ മറ്റെന്താണ് വിളിക്കേണ്ടത്? കാരണം പ്രണയം എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. ആരെ പ്രണയിക്കണം, എങ്ങനെ പ്രണയിക്കണം എന്നൊക്കെ പറയുന്നത് അവരുടെ സ്വകാര്യതയാണ്. പക്ഷേ കുടുംബജീവിതങ്ങൾ തന്നെ തകർത്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ഒഴുക്കിക്കളഞ്ഞുകൊണ്ടുള്ള പ്രണയത്തെ നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചത് പൂന്തുറയിലാണ്. ഈ സിന്ധു എന്ന് പറയുന്ന യുവതി 2 മക്കളുടെ അമ്മയാണ്, വിവാഹം കഴിഞ്ഞ കുടുംബം നയിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ ഇടയ്ക്കാണ് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ പറയുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ഈ സംഭവം. 1964 പഠിച്ച ആളുകൾ പോലും ഇപ്പോൾ എന്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുമായി വരുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ല വശമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളെ കാണുന്നു, ഒത്തുചേരുന്നു, അവരുടെ സൗഹൃദം പുതുക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ പഴയ ഓർമ്മകൾ വരുന്നു. അവർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നതും മെസ്സേജ് അയക്കുന്നതും പിന്നെ എന്താണ് കാണുന്നതൊന്നും പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ എന്താണ് പ്രണയങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രണയവും സത്യസന്ധമല്ലാത്ത പ്രണയങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ സിന്ധു എന്ന് പറയുന്ന വീട്ടമ്മ ഒരു മീറ്റപ്പിന് വേണ്ടി പോവുകയാണ്. മീറ്റപ്പിന് വേണ്ടി പോയപ്പോൾ അവിടെ തന്നോടൊപ്പം പഠിച്ച അരുൺ ബി നായർ എന്ന് പറയുന്ന സുഹൃത്തുമായി പരിചയപ്പെടുന്നു. അയാളുമായിട്ട് എന്താണ് ചാറ്റ്, കാലങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നു. അപ്പോൾ എന്താണ് ചാറ്റ്, ഇവർ തമ്മിൽ ചാറ്റ് തുടങ്ങുന്നു. അങ്ങനെ ചാറ്റ് തുടങ്ങി, അത് അറിയാലോ, ചാറ്റ് തുടങ്ങിയാൽ പിന്നെ പതുക്കെ ഈ പ്രണയത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ അരുൺ ബി നായർ അത്യാവശ്യം ഒരു സാമ്പത്തികമൊക്കെയുള്ള ആളാണെന്നും കൂടി നമ്മൾ ഓർക്കണം. അതെ, കല്യാണം കഴിഞ്ഞിട്ടില്ല പുള്ളിയുടെ. ഇത്രയും കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ കല്യാണം കഴിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹവും ഈ സ്ത്രീയും തമ്മിൽ അടുക്കുന്നു. ഇദ്ദേഹം പക്ഷെ എന്താണ് ഒരു നേരം പോക്ക് എന്നുള്ള നിലയിലാണ് ഈ പുള്ളിക്കാരത്തിയുമായിട്ട് സ്നേഹിച്ചത് അല്ലെങ്കിൽ പ്രണയിച്ചത് എന്നാണ് പറയുന്നത്. ഈ സിന്ധു ഈ അരുൺ ബി നായർക്ക് വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് അത്യാവശ്യം പണമൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു. സിന്ധു വിചാരിച്ചത് എന്നെ ഇപ്പം ഇവൻ കെട്ടും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് വാഗ്ദാനം അദ്ദേഹം കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനേ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. ഈ പുള്ളിക്കാരത്തി വിവാഹം കഴിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ അരുൺ ബി നായർക്ക് ഒരു സംശയം തോന്നുകയാണ്. ഇത് പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം തെറ്റുന്നു. അതായത് ഈ സിന്ധുവിന് അരുൺ ബി നായർ അടുക്കാൻ ശ്രമിക്കുന്നു. അതെ, സിന്ധുവിന് ഈ പറയുന്ന വ്യക്തിയെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ അവരോട് തുറന്നു പറയുന്നു. അതോടുകൂടി അരുൺ ബി നായർ പതുക്കെ ഇതിൽ നിന്ന് പോകുന്നു. അദ്ദേഹത്തിന് ഇതൊരു ടൈം പാസ് മാത്രമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കല്യാണ ആലോചന തുടങ്ങുന്നു. കല്യാണ ആലോചന തുടങ്ങി ഈ കാര്യം സിന്ധു അറിയുന്നു. സിന്ധു അറിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? സിന്ധു കഴിഞ്ഞ വ്യാഴാഴ്ച വലിയൊരു സംഭവം, അതിന്റെ ഒരു പ്രതികാരം എന്ന നിലയിൽ അരുൺ വി നായർ ഓടിച്ചുകൊണ്ടുവരുന്ന വണ്ടി സിന്ധു തടഞ്ഞു നിർത്തി. അതിന്റെ ഉള്ളിൽ കയറി എന്ത് സംഭവിച്ചു? സീറ്റെല്ലാം കുത്തിക്കീറി എന്ന്. സീറ്റിനോട് മാത്രമായിരുന്നില്ല പ്രതികാരം. ഇത് തടയാൻ ശ്രമിച്ച അരുണിനും പറ കുത്തി കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അദ്ദേഹം ആശുപത്രിയിലായി. കാറ് മൊത്തം കുത്തി നശിപ്പിച്ചു. അവിടെ തീർന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നേരെ അരുണിന്റെ വീട്ടിൽ പോയി. അവിടെ അവരുടെ വല്യമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാവപ്പെട്ട സ്ത്രീ, വൃദ്ധയായ സ്ത്രീ പേടിച്ചു പോയി കാണും. നേരെയും തള്ളിയിട്ടു. അവരെ ഉന്തി മാറ്റി അരുണിന്റെ റൂമിൽ പോയി കതകടച്ച് അവിടെ കയറി തൂങ്ങി. അതായത് അരുണിന്റെ വീട്ടിൽ പോയി അവരുടെ അമ്മുമ്മയെ തള്ളി മാറ്റി അരുണിന്റെ റൂമിൽ പോയി കതകടച്ച്
ഈ സ്ത്രീ മരിക്കുകയായിരുന്നു. സിന്ധു എന്ന് പറയുന്ന സ്ത്രീ. 2 മക്കളുണ്ട്. ആ 2 മക്കളെ ഈ അമ്മയെ അവർ ആ മക്കളെ പറ്റി പോലും അവർ ആലോചിച്ചില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ദാരുണമായ സംഭവം. അവരെങ്ങനെ അമ്മ എന്നാൽ എന്താണെന്നുള്ളത് നമുക്കറിയാലോ. അവരെ പോലും ആലോചിക്കാതെ പോയി എന്തിന്റെ കേടാണെന്ന് ഞാൻ അതായത് അവർക്ക് എന്തായിരുന്നു ഇവരുടെ മാനസികാവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. എന്ത് മാനസികാവസ്ഥയായാലും, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയായാലും, നമ്മൾ ഒരാളെ പ്രണയിക്കുമ്പോൾ നമ്മൾ ഒരു കല്യാണം കഴിച്ച ആളാണെങ്കിൽ, അയാൾ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ, അയാളോട് 100% ഉറപ്പ് നമുക്ക് അയാൾ തന്നു കഴിഞ്ഞാലും നമ്മൾ ഇതൊന്നും വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമല്ല ഇത് എന്നുള്ളത് സാമാന്യ ബോധത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾ പ്രണയിച്ചോളൂ. പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ അതിനുള്ള കെൽപ്പും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത രീതിയിൽ പ്രണയിക്കുമ്പോൾ ഇവിടെ പോയിട്ട് ആ സ്ത്രീ തൂങ്ങി മരിക്കുകയാണ്. നേരെ തൂങ്ങി മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പുള്ളിക്കാരുടെ പൊക്കി പോലീസ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലല്ലേ പോയി തൂങ്ങി മരിക്കുന്നത്. ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ വീട്ടിൽ പോയി തൂങ്ങി വരുമ്പോൾ പോലീസ് ഇയാളെ പൊക്കി വിശദമായി ക്വസ്റ്റ്യൻ ചെയ്തു. അയാൾ എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊരു വാഗ്ദാനവും കൊടുത്തിട്ടില്ല. അങ്ങനെ വാഗ്ദാനം കൊടുത്തതായിട്ടുള്ള ഒരു സംഭവം തെളിയിക്കാൻ പോലീസിന്റെ കയ്യിലൊരു തെളിവില്ല. ഇയാളെ കാറൊക്കെ കുത്തി കീറിയിട്ടുണ്ട്. ഇയാളെയും ചന്നം പിന്നെ എല്ലാ തെറ്റുകളും സിന്ധുവിന്റെ ഭാഗത്താണ് കൂടുതലായിട്ടും ഉള്ളത്. പോലീസ് ഇപ്പം 100%. അതുകൊണ്ട് പോലീസ് അയാളെ പറഞ്ഞു വിട്ടില്ലേ? അയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലും കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നില്ലേ? അദ്ദേഹത്തെ തന്നെ കുത്തി. ഏത് മാനസിക വിഭ്രാന്തിയിലാണ് ഈ പറയുന്ന സിന്ധു എന്ന് പറയുന്ന മരണപ്പെട്ട ആ സ്ത്രീ പോയിട്ട് കുത്തിയത് എന്നുള്ള രീതിയിൽ കോടതിക്ക് പോലും മനസ്സിലായി. അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. പോലീസിന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല ഇതിൽ. പക്ഷേ ഇവരുടെ കുടുംബം നശിച്ചു. ആ ഭർത്താവ് എന്ത് കഴിച്ചു? ആ കുട്ടികൾ എന്ത് കഴിച്ചു? ഇനി ഈ പറയുന്നത് പോലെ ഈ സ്ത്രീയും ഈ ഭർത്താവും തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് നല്ല നിലയിലായിരുന്നു അവരുടെ വിവാഹ ജീവിതം പോയിക്കൊണ്ടിരുന്നത് നമുക്കറിയില്ല. അത് നമുക്കറിയില്ല. ഇവരുടെ സിന്ധു ഒരു പക്ഷേ തൻ്റെ കുടുംബ ജീവിതത്തിൽ യാതൊരു വിധത്തിലും സന്തുഷ്ടയായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടുണ്ടാവാം. ഭർത്താവുമായിട്ട് ചേർന്ന് താമസിക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമില്ല. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസം അവർ അനുഭവിച്ചിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഇവർ ആലോചിച്ചു കൊണ്ടിരുന്നത് ഒരു പക്ഷേ അരുൺ ബി നായരെ ആയിരിക്കും, തൻ്റെ പഴയ കളിക്കൂട്ടുകാരനെ. തനിക്ക് സൗഹൃദം സമ്മാനിച്ച, നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച അരുൺ ബി നായരെ ആ വീട്ടിലിരുന്നു കൊണ്ട് സിന്ധു നിരന്തരം ആലോചിച്ചു കൊണ്ടേയിരുന്നു. സിന്ധുവിൻ്റെ മനസ്സിൽ അരുൺ ബി നായരായിരുന്നു. അവരെ വിവാഹം കഴിക്കണം, 2 മക്കളെയും കൂട്ടി അവനോടൊപ്പം താമസിക്കണം എന്നതായിരിക്കാം സിന്ധുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അരുൺ അതിന് വഴങ്ങിയില്ല. ഈ പറഞ്ഞ ഗൗതം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. സിന്ധുവിൻ്റെ മനസ്സിൽ ഇത്ര മനോഹരമായ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും മനോഹരമായ തൻ്റെ കളിക്കൂട്ടുകാരനൊപ്പം, കളിക്കൂട്ടുകാരൻ എന്ന് ഉദ്ദേശിച്ചത് ഈ ക്ലാസ്മേറ്റ്സ് എന്ന തലത്തിലാണ്. അപ്പം അദ്ദേഹത്തോടൊപ്പം ജീവിക്കണം എന്ന് തന്നെയായിരുന്നു. അത്രയേറെ ഉള്ളിൽ നിന്നുള്ള ഒരു അഡിക്ഷൻ സിന്ധുവിന് ഈ അരുണിനോട് വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സിന്ധുവിൻ്റെ ഭർത്താവും അവരുടെ തമ്മിലുള്ള വിവാഹത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയില്ല. അത് നമുക്കൊരു സാധ്യതകൾ മാത്രമാണ്, ഒന്നും ശരിയാവണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഒരു വേദനയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വെറുതെ വലിച്ചു കയറേണ്ടതില്ല. പക്ഷെ അവിടെയും ആ കുടുംബ ജീവിതങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കാര്യമാണ് നമുക്ക് ആലോചിച്ചിട്ട് ദുഃഖം തോന്നുന്നത്. ഇവർക്ക് ഈ കുട്ടികളെ കുറിച്ച് ഇവർ ആലോചിച്ചിരുന്നു. ഈ 2 കുഞ്ഞുങ്ങളെ പറ്റി അതിലും വലുതായിരുന്നു ഈ അരുൺ ബി നായർ എന്നുള്ളതാണ് അവിടെയുള്ള. എൻ്റെ ഗൗതമേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാമുകനൊപ്പം പോകാൻ വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നു. ആ കുട്ടികളെ കിണറ്റിലെടുത്തിരുന്നു, കുട്ടികളെ വിഷം കൊടുത്ത് കൊല്ലുന്നു, എന്നിട്ട് പോകുന്നു. കാമുകന് വേണ്ടി കുട്ടിയെ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്നു. ഈ സെക്സ് ചെയ്തിട്ട് കുട്ടിയെ ഗർഭം ധരിച്ച ശേഷം ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്ത് കളയുന്നു. ഈ തരത്തിലുള്ള ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകളുടെ മനസ്സുകൾ ദൈനംദിന ക്രൂരമായി തീർന്നിരിക്കും. ആ ക്രൂരമായത് മാത്രമല്ല, അവർക്ക് ഇതിൻ്റെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് തന്നെയാണ്. കുടുംബ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ പോകുന്നു. അതിനെ പലരും ദുരുപയോഗിക്കുന്നു, ചിലർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഈ അരുണുമായിട്ട് എന്തിനാണ് ഇവർ ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതിനെന്തെങ്കിലും
വളരെ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മാനസികമായിട്ട് ഈ സിന്ധുവിന് എന്തെങ്കിലും ഒരു അരുണുമായിട്ട് അരുൺ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനം നൽകിയിരുന്നോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാം എന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിൽ സിന്ധുവുമായി ബന്ധപ്പെട്ടിരുന്നു, അല്ല അപ്പൊ അതിന്റെ വൈരാഗ്യം മൂലം സിന്ധു ആത്മഹത്യ ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ടെത്തിച്ചത് ഒരു സ്ത്രീയുടെ ആത്മഹത്യയിലേക്കാണ്. അതും 2 കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട് ഒരു വിവാഹിതയായ സ്ത്രീ തൻ്റെ കാമുകന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കളിക്കൂട്ടുകാരന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നു. അയാൾക്ക് സിന്ധുവിനോട് യാതൊരു താല്പര്യവുമില്ല എന്ന കാരണം കൊണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ മൊത്തം തെറ്റാണെന്നോ അതിൽ വരുന്ന ആളുകളൊക്കെ മൊത്തം ശരികേടാണെന്നോ പറയുന്നില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ജാഗ്രതയോടുകൂടി നീങ്ങുക. പ്രണയിക്കേണ്ടവർ പ്രണയിച്ചോളൂ, പക്ഷെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത് ആരിൽ നിന്നും. ഇവിടെ അന്വേഷിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർ വിവാഹിതയായിരുന്നല്ലോ സിന്ധു. ആ സമയത്ത് ഈ അരുൺ ബി നായരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള കാര്യം ഇവർ വീട്ടുകാരോട് ചോദിച്ചിരുന്നോ? വീട്ടുകാർ ആ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നുവോ? അതിനുശേഷമാണോ സിന്ധു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അരുണിനെ കണ്ടത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമായി പരിശോധിക്കേണ്ടതാണ്. എന്താണ് ഇവരുടെ ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത്, ഇവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പോലീസ് കണ്ടെത്തട്ടെ.